ഹായ് കൂട്ടുകാരെ, ഫ്ലോറൽ ഫ്ലയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ വിൻഗ പ്ലാന്റിൻ്റെ കമ്പുകൾ ഞാൻ വെച്ച് തൈകളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്ന് പോട്ടി ചെയ്യുന്നതാണ് വീഡിയോ. വായോ കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ വിൻഗ പ്ലാന്റിൻ്റെ കുറച്ച് കമ്പുകൾ വെച്ച് ഞാൻ ഇതേപോലെ കവറിൽ നട്ട് വളർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് വെറൈറ്റിയുടെയും എൻ്റെ നേരത്തെ പ്ലാന്റ് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഞാൻ വെച്ച് പിടിപ്പിച്ചത് കാരണം അതിൻ്റെ തൈകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഇതിൽ ചകിരിച്ചോറൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും പിന്നെ സാഫ് അത് കുറച്ച് ഈ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൻ്റെ അളവിൽ ഞാനൊരു 3 പാത്രം ആണ് മണ്ണെടുത്തേക്കുന്നത്. പിന്നെ അര പാത്രം ചാണകപ്പൊടിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. മണലും കൂടെ ചേർന്ന മണ്ണായതുകൊണ്ടാണ് ഞാനിതിലേക്ക് മണലൊന്നും എടുത്തിട്ടില്ല. മണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഫംഗിസൈഡായിട്ട് സാഫാണ് യൂസ് ചെയ്തേക്കുന്നത്. വിൻഗ പ്ലാന്റിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാഫ് കലക്കി ഒഴിക്കുന്നതോ അതോ മണ്ണിൽ പോട്ടിങ് സമയത്ത് മണ്ണിലിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീച്ചിലുണ്ടായി ഇത് നശിച്ചു പോകാനായിട്ട് കാരണമാവും. എൻ്റെ ചെടി പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് വന്നിട്ടാണ് അത് ഉണങ്ങി പോകാമായിരുന്നു ചെയ്തത്. കുറേ ചെടിയൊക്കെ ഞാൻ അതിന് കുറേ മരുന്നുകളൊക്കെ അടിച്ചു കൊടുത്ത് രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പോയ ചെടികളുടെ തൈകളാണ് ഇപ്പം ഞാനിത് പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കവറിൽ ഒന്ന് ഇറക്കി വെച്ച് 3/4 ഭാഗത്തോളം ഞാൻ ചട്ടിയിൽ നിറച്ചിട്ടുണ്ട്. ചട്ടിയിൽ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ കല്ലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ പോട്ടി മിക്സ് വെച്ച് കൊടുത്തേക്കുന്നത്. കവറിൽ നിന്ന് ഇത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിൻ്റെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ വേണം കവറിൽ നിന്ന് എടുത്ത് വെക്കേണ്ടത്. എന്നിട്ടൊരു 3/4 ഭാഗം മണ്ണ് നിറച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വലിയ പോട്ടിലാണ് വെക്കുന്നത്. നേരത്തെ വെച്ചിരുന്നത് ഇതിലും ചെറിയൊരു പോട്ടിലായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ വലിയ പോട്ടിലേക്ക് വെക്കുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ ഇറങ്ങി പുറത്തേക്ക് വരാനായിട്ടൊരു ചാൻസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ വെക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്തിരി വലിയ പോട്ടിൽ തന്നെ വെക്കുക. നേരത്തെ എനിക്ക് അങ്ങനെ ഉണ്ടായതാണ് ഒരു പ്രോബ്ലം, അങ്ങനെ വരുന്നുണ്ട് ചെറിയ ചട്ടിയിൽ വെക്കുമ്പോൾ. അപ്പോൾ ഇതേപോലെ ഞാൻ രണ്ടും പോട്ടിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാഫ് ചേർത്ത വെള്ളം ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ നല്ല ചൂട് സമയമാണല്ലോ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ. പിന്നെ ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതിരിക്കാനുമായിട്ട് ശ്രദ്ധിക്കണം. ഉറുമ്പ് ശല്യം വന്നു കഴിഞ്ഞാൽ ചെടികളൊക്കെ നശിച്ചു പോകാനായിട്ട് ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചാണകപ്പൊടിക്കകത്ത് ഒക്കെ ഉറുമ്പ് വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. കുറച്ച് ചകിരിച്ചോറൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ചൂടല്ലേ അപ്പോൾ ഈർപ്പം നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോട്ട് ചെയ്തപ്പോൾ അങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മണ്ണ് മാത്രമായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ രീതിയിൽ പോട്ട് ചെയ്താൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.